ഏയ് ഈ കാൽക്കുലേറ്റർ ശരിയല്ല കേട്ടോ. കണക്കൊക്കെ തെറ്റി പോവുക. ഏ ഏ എടാ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. കാൽക്കുലേറ്റർ തെറ്റല്ല, ഞാനാ തെറ്റുകാരനെന്ന്. എന്താ എനിക്ക് കണക്കൂട്ട് അറിയില്ലേ? എടാ ഞാൻ 10ാം ക്ലാസ് ജയിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ വട്ടം പരീക്ഷ എഴുതിയിട്ട് ജയിച്ചു. എനിക്ക് കണക്ക് കൂട്ടാനറിയാം. 7 2 4 4 2 8 3 8 24 4 8 32 5 8 എത്രയാ? ഓക്കെ. എന്നെ കണക്ക് പഠിപ്പിക്കണ്ട. നിങ്ങളെ കണക്കാ തെറ്റിയതെന്ന്. നിനക്ക് എന്തിൻ്റെ അസുഖം? എൻ്റെ കണക്കാ തെറ്റിയതെന്ന്. ചിലരുടെ കണക്കൊക്കെ അങ്ങനെയാ. വലിയ ബുദ്ധിമാൻ എന്ന് പറഞ്ഞ് ചമഞ്ഞടക്കുന്ന ആൾക്കാരുടെ കണക്ക് ചിലപ്പോൾ തെറ്റും. അമേരിക്കയിലെ ട്രംപിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കേട്ട. എല്ലായിടത്തും കളിക്കുന്ന കളി ഇവിടെയും കളിച്ചു. പോകുക, എന്തെങ്കിലും ഈ അപരാധം പറഞ്ഞുണ്ടാക്കുക. അവിടെ രാസായുധമുണ്ട്. ഇവിടെ ഇവര് മറ്റേ ലഹരി കള്ളക്കടത്ത് നടത്തുന്നു. അവിടെ പോയിട്ട് അവിടെ സദ്ദാം ഹുസൈനെ കൊല്ലുന്നു. ഇവിടെ പോയിട്ട് മറ്റേ ലിബിയയിൽ അദ്ദേഹത്തെ കൊല്ലുന്നു. വെനസ്വേലയിൽ പോയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് കൂട്ടിലടയ്ക്കുന്നു. ഇപ്പോൾ ജീവനോട് കൂടി ഉണ്ടോയെന്ന് അറിയില്ല. ഇറാനിലും അതേ കളി കളിച്ചു. കണക്ക് കൂട്ടലുകൾ തെറ്റി കേട്ട്. 2026 ഫെബ്രുവരി 28 ഓർമ്മിക്കുന്നുണ്ട്. നമ്മൾ ഓർമ്മിച്ചില്ലെങ്കിലും, ഇറാൻകാർ ഓർമ്മിച്ചില്ലെങ്കിലും അമേരിക്കക്കാർ മറക്കൂല. ചരിത്രമുള്ളിടത്തോളം കാലം അമേരിക്കക്കാർ മറക്കില്ല. അവരുടെ അവസാനത്തിൻ്റെ തുടക്കമാണ് 2026 ഫെബ്രുവരി 28. ലോക ചരിത്രത്തിൻ്റെ ഗതി ഇനി അവിടെ നിന്നാണ് തുടങ്ങുക. ലോക ചരിത്രത്തിൻ്റെ ക്രമം മറ്റു രീതിയിലാക്കി മാറ്റി. രാത്രി നിശബ്ദതയെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ 100 കണക്കിന് ബോംബർ വിമാനങ്ങൾ, അധുനാതന മിസൈൽ സംവിധാനങ്ങൾ ഇറാൻ്റെ ആകാശത്ത് വന്ന് ഒരു ചെറിയ സ്പോട്ടിൻ്റെ ചുറ്റും ബോംബ് ചൊരിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? 75 കിലോ തൂക്കമുള്ള 84 വയസ്സുള്ള ഒരു കാരണവരെ കൊല്ലാൻ. കാരണവർ മരിച്ചാൽ ഇറാൻ ചാവോ? അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ ഇന്ന് ആ സ്ഥാനത്ത് കയറിയിരുന്നു. ആ സ്ഥാനം നഷ്ടപ്പെടുന്നില്ല, വ്യക്തിയെ നഷ്ടപ്പെടുന്നുള്ളൂ. പക്ഷേ അന്നത് ചെയ്ത സമയത്ത് അവിടെ തകർന്നു പോയത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കൊട്ടാരമാണ്. അത് അമേരിക്കക്കാർ കൊണ്ട് ബോംബിട്ടത് ആ വ്യക്തിയുടെ മേലെ മാത്രമായിരുന്നില്ല, ഒരു വലിയ ജനത. ഇന്നലെ ഉണ്ടായ ജനതയല്ല, 400 വർഷത്തെ പഴക്കം മാത്രമുള്ള അമേരിക്കൻ പാരമ്പര്യമില്ലാത്ത ജനതയല്ല അത്. 6000 7000 വർഷത്തെ പാരമ്പര്യമുള്ള ജനത. അവിടെ ആത്മാഭിമാനത്തിൻ്റെ മേലെയാണ് ഇവർ ബോംബ് കൊണ്ടിട്ടത്. അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഇപ്പം ഈ ഫ്യൂറി എന്നാണോ ക്യൂറി എന്നാണോ എന്നറിയില്ല. അമേരിക്ക അതിനെ ആ പേരിട്ട് വിളിച്ചതാണ് ആ ആക്രമണത്തിന്. ഇറാൻ്റെ ആത്മീയ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലാക്കി, മുഴുവൻ ചാമ്പലാക്കി എന്നാണ് വിചാരിച്ചത്. പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖുമൈനി, വിപ്ലവ ഗാർഡിൻ്റെ അമരക്കാരൊക്കെയും കൊല്ലപ്പെട്ടു. ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അഥവാ പടർത്തി. തല പോയി, ഇനി കങ്കാളം മാത്രമാണ്, കബന്ധം മാത്രമാണ് ഇറാൻ എന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാക്കി. ഇറാൻ കീഴടങ്ങി എന്ന് വരെ പറഞ്ഞു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് മാർച്ച് 5-ാം തീയതി അവിടെയൊരു നഗരമുണ്ട്, ഖും എന്ന് പറയും. ഖും. ആ നഗരത്തിൽ വലിയൊരു വിലാപയാത്ര നടന്നു. ലോകം ഇതുവരെ കണ്ടൊരു വിലാപയാത്ര കണ്ടിട്ടില്ല. അത് വാസ്തവത്തിൽ ഒരു മൃതദേഹം വഹിച്ചു കൊണ്ടിരുന്ന വിലാപയാത്ര മാത്രമായിരുന്നില്ല.
അവരുള്ളിലുള്ള കോപാഗ്നി പുറത്തേക്ക് ചാടിയൊരവസ്ഥ അത് ലോകം കാണുകയാണ് ചെയ്തത്. വലിയ ജനകീയ പ്രക്ഷോഭമായിട്ട് മാറുകയാണ് ചെയ്തത്. കറുത്ത വസ്ത്രം, ദുഃഖത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള കറുത്ത വസ്ത്രം അണിഞ്ഞാൽ ലക്ഷക്കണക്കിന് മനുഷ്യർ. അതൊരൊഴുക്കായിരുന്നു വാസ്തവത്തിൽ. മേലെ നിന്ന് ചിത്രമെടുക്കുമ്പോൾ കറുപ്പ് പാടുകൾ തല മാത്രമേ കണ്ടിരുന്നുള്ളൂ, ഭൂമി കാണാൻ പറ്റിയിരുന്നില്ല. അവരുടെ നെഞ്ചുകളിൽ നിന്ന്, അവരുടെ കണ്ണുകളിൽ നിന്ന്, അവരുടെ മനസ്സിൽ നിന്ന് ഉയർന്നത് വിലാപമല്ല, കണ്ണുനീരല്ല, ദുഃഖഗാനങ്ങളായിരുന്നില്ല. മറിച്ച് അവരിൽ നിന്ന് ഉയർന്നത് സിംഹഗർജനങ്ങളായിരുന്നു. ആകാശത്തുയർത്തിവിട്ട് ചുവന്ന പ്രതികാര പതാക, അതിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അവർ പറഞ്ഞു, അമേരിക്കയ്ക്ക് മരണം, അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് നാശം എന്ന്. ലോകമെല്ലാവരും കേട്ട്, ഇടിമുഴക്കം പോലെ കേട്ട ശബ്ദമാണത്. അതൊരു മുദ്രാവാക്യമായിരുന്നില്ല. ആരെങ്കിലും എഴുതി കൊടുക്കുന്നു, അതുപോലെ പറയുന്നു, അതുപോലെ പറയാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ തന്നെ എന്ന് പറയുന്ന സംവിധാനമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ഇറാന്റെ തകർക്കപ്പെട്ട് അവരുടെ ആയുധശാലകൾ, വ്യോമത്താവളങ്ങൾ, അതിനപ്പുറം തങ്ങളുടെ മണ്ണിൽ വീണ ഓരോ തുള്ളി രക്തത്തിനും പകരമായിട്ട് സാമ്രാജ്യത്വ ശക്തികൾ, അധിനിവേശ ചെകുത്താന്മാർ അവർക്ക് നേരെ തൊടുത്തുവിട്ട ശാപവാക്കുകളായിരുന്നു അത് ഓരോന്നും. ആഗ്നേയാസ്ത്രം. ഇറാന്റെ സംവിധാനങ്ങൾ തകർന്നത് അരിപ്പണമായി എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. ആ സമയത്ത് തെരുവുകളിൽ ഉയർന്നു പൊന്തിയ ഈ തീ, പ്രതികാരാഗ്നി, കോപാഗ്നി, ഈ ജനകീയ രോഷം അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അടിത്തറ ഇളവാക്കുന്ന മറ്റൊരു യുദ്ധത്തിൻ്റെ തുടക്കമാണെന്ന് എല്ലാവരും അറിഞ്ഞു. ഒരു ഞെട്ടലോടുകൂടി അമേരിക്ക അറിഞ്ഞു. ഹൃദയസ്തംഭനം വന്നൊരവസ്ഥയിലായി മാറി ഇസ്രായേൽ. ഒരു വശത്ത് ലോകത്തെ മുഴുവൻ നശിപ്പേൻ ഒരുങ്ങിപ്പുറപ്പെട്ട് ട്രംപ് ഭരണകൂടത്തിൻ്റെ സൈനിക ശക്തി പ്രകടനം, മറുവശത്ത് മരണമെങ്കിൽ മരണം, കീഴടങ്ങളില്ല, തോൽവിയില്ല എന്ന് പറഞ്ഞ തയ്യാറായി നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ മൊത്തം ജനതയുടെ പിന്തുണ. ഇത് രണ്ടും കൂടി ഏറ്റുമുട്ടുന്ന സമയത്ത് അവിടെ ഒരു കൂട്ടർ തോറ്റു, മറ്റൊരു കൂട്ടർ ജയിച്ചു. ആ യുദ്ധക്രമമല്ല അവിടെ ഉണ്ടാകുക. ഈ പോരാട്ടം മാറ്റിമറിക്കും, ഭൂപടങ്ങളെ മാറ്റിമറിക്കും, അതിർത്തി രേഖകളെ മാറ്റിമറിക്കും. ഏതായാലും ലോക മനസ്സ് മരവിച്ചു പോയ കുറേ തീരുമാനങ്ങൾക്ക് പിന്നിലെ പെൺകരുത്ത്, അതും നമ്മൾ കണ്ടതാണ്. അവിടെ നടക്കുന്ന യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി പ്രശ്നമല്ല, മറിച്ച് അനേക ദശകങ്ങളായിട്ട്, ഡീക്കേഡ്സുകളായിട്ട് കുരിശ് ശക്തികൾ, കുരിശ് മതത്തിൻ്റെ ശക്തികൾ അടിച്ചേൽപ്പിച്ച ഒരു കുരിശ് യുദ്ധം തന്നെ ആഗോളക്രമത്തിനെതിരായി, ആഗോളക്രമത്തിൻ്റെ മേലെ സംശയത്തിൻ്റെ കണ്ണുകൾ വീണു, കഴുകൻ്റെ കണ്ണുകൾ വീണു. യാതൊരു പ്രകോപനവുമില്ലാതെ എല്ലാ ലോകക്രമത്തെയും തെറ്റിച്ചുകൊണ്ട് അവർ ബലാൽ സംഘം നടത്തുകയായിരുന്നു. കയറി വീഴുകയാണ് അവർ ചെയ്തത്. ഏതായാലും ഏറെ കാലമായിട്ട് ബാക്ക് ഫുട്ട് വെച്ചിരുന്ന എന്തിനാണ് യുദ്ധം, സമാധാനമല്ലേ വലുത്, അതാണ് ഇസ്ലാം കണ്ടിട്ടുള്ള ആഗോളക്രമം. മക്കയിൽ നിന്ന് നബി തിരുമേനി വിടുതൽ പ്രാപിച്ച അതുകൊണ്ടാണ്. അവിടെ നിന്ന് കാബ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അടിയുണ്ടാക്കരുത്, തല്ലുണ്ടാക്കരുത്, അദ്ദേഹമായിട്ട് നാട് വിട്ടു. അവിടെയും ചെന്ന് പ്രശ്നമുണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ആദ്യം ബദർ
യുദ്ധം തുടങ്ങിയത്. അന്ന് അവർക്ക് കൂട്ടുനിന്ന് ധർമ്മത്തിൻ്റെ കരുത്താണ്, സത്യത്തിൻ്റെ കരുത്താണ്, ആത്മവിശ്വാസത്തിൻ്റെ കരുത്താണ്, അള്ളാഹുവിൻ്റെ കരുത്താണ്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും വലിയ മിസൈലുകൾ ഇറാൻ മണ്ണിൽ ചെന്ന് നിപതിച്ചപ്പോൾ അതൊരു ഭരണകൂടത്തെ ഇല്ലാതാക്കാനായിരുന്നെങ്കിൽ ഇന്ന് ആ മണ്ണിൽ നിന്ന് ഉയരുന്നത്, അതുവരെ ആ രാജ്യത്തിനകത്ത് കടിപിടി ഉണ്ടായിരുന്നു, അതെല്ലാ രാജ്യത്തും ഉള്ളതാണ്. ഇന്നിപ്പോൾ അവർ ഒറ്റക്കെട്ടാണ്. പണ്ട് കരുണാദിത്യർ തമിഴ്നാട്ടിൽ പറയാറുണ്ട്, ഇന്തമാരി ഇരിക്കക്കൂടാതെ ഇന്തമാരിയേ ഇരിക്കണം എന്ന്. ഇന്തമാരിയേ ഇരിക്കണം. ഇന്നിപ്പോൾ അതാണ് ഇറാൻ്റെ അവസ്ഥ. ഇറാൻ ജനതയുടെ മൊത്തത്തിലുള്ള വിപ്ലവ വീര്യം ഒറ്റ ശബ്ദമായിട്ടാണ് പുറത്തു വരുന്നത്. കുവൈറ്റിൽ, UAE, സൗദിയിൽ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ മിന്നൽ ആക്രമണങ്ങൾ നടത്തി. അമേരിക്കയ്ക്ക് നേരെയാണ് ആക്രമണങ്ങൾ. അമേരിക്കൻ താവളത്തിന് നേരെ, ദാറ്റ് മീൻസ് അമേരിക്കയ്ക്ക് നേരെയാണ് ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതവർ പ്രതീക്ഷിച്ചതല്ല, പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് വിചാരിച്ചതല്ല. വലുതായിട്ട് അവരെ വിറപ്പിക്കുന്ന രീതിയിൽ ആദ്യത്തെ ദിവസം ഫെബ്രുവരി 28 തന്നെ കൊട്ടക്കണക്കിന് മിസൈൽ ചൊരിഞ്ഞ സമയത്ത് അവിടെ വീഴുമെന്നാണ് കരുതിയത്. പക്ഷെ പറഞ്ഞ പോലെ തിരിച്ചടിച്ചു. അറേബ്യൻ കൺട്രീസ്, GCC കൺട്രീസിലുണ്ടായിരുന്ന രാജ്യങ്ങളിലുണ്ടായിരുന്ന അമേരിക്കൻ സൈന്യ താവളങ്ങളെ മുഴുവൻ നശിപ്പിച്ചു. ഇപ്പം കണ്ണ് കാണാൻ വയ്യ, ചെവി കേൾക്കാൻ വയ്യ, എല്ലാ സംവിധാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി. അത് അമേരിക്കയുടെ സൈനിക ശക്തി, സൈനിക മാടമ്പിത്തരം അതിനേറ്റ പിൻകഴുത്തിൽ ഇരുട്ടടിയായിട്ട് മാറി. ദുബായ്, അബുദാബി പോലുള്ള ആഗോള വ്യാപാര കേന്ദ്രങ്ങളിലൊക്കെ മിസൈൽ പതിച്ചത് അത് കേവലം കെട്ടിടങ്ങളെയെല്ലാം മറിച്ച് പടിഞ്ഞാറൻ സാമ്പത്തിക താൽപ്പര്യങ്ങൾ അതിൻ്റെ തലയിൽ വന്നിട്ടാണ് വീണത്. GCC കൺട്രികൾ, അറേബ്യൻ കൺട്രികളിൽ നിലനിന്നുകൊണ്ട് പാശ്ചാത്യരുടെ പല താൽപ്പര്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക താൽപ്പര്യങ്ങൾ, അതാണ് തകർത്തെറിഞ്ഞത് വാസ്തവത്തിൽ. അപ്പോൾ ആസൂത്രിതമായിരുന്നു. അമേരിക്ക ഇവരെ അറ്റാക്ക് ചെയ്താൽ തിരിച്ച് വാഷിങ്ടണിലോ ന്യൂയോർക്കിലോ കൊണ്ട് ബോംബിടാൻ പറ്റില്ല. അവർ സൈനിക താവളങ്ങളായിട്ട് ഒരുക്കി നിർത്തിയത് GCC കൺട്രികളെയാണ്. അവിടെ തന്നെ സൈനിക താവളങ്ങളാക്കി. ഇറാനും അവിടെ സൈനിക താവളങ്ങളാക്കി. അവിടെ നിന്ന് യുദ്ധം ചെയ്തു, അവിടേക്കും യുദ്ധം ചെയ്തു. ദുബായിൽ നിന്ന് ഖത്തറിൽ നിന്ന് മിസൈൽ വിട്ടു, ഖത്തറിലേക്ക് മിസൈൽ വിട്ടു. ആർക്കാ കുറ്റം പറയാൻ കഴിയുക? ഖത്തറിൽ നിന്നാണ് മിസൈൽ വിട്ടത്, ഇറാനിലേക്ക് മിസൈൽ വിട്ടത്. അപ്പോൾ ഇറാൻ എന്ത് ചെയ്യും? ഖത്തറിലേക്ക് മിസൈൽ വിടും, അബുദാബിയിലേക്ക് മിസൈൽ വിടും, ബഹ്റൈനിലേക്ക് മിസൈൽ വിടും, കുവൈറ്റിലേക്ക് മിസൈൽ വിടും, സൗദിയിലേക്ക് മിസൈൽ വിടും. എവിടെ നിന്ന് വരുന്നുവോ അവിടേക്കല്ലേ വിടുക. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ്റെ നാവികസേന ഉയർത്തിയ ഭയാനകമായിട്ടുള്ള ഉപരോധം, അതിൻ്റെ ശാസ്ത്രവശങ്ങളൊന്നും നമ്മൾ നോക്കണ്ട. ഇന്നിപ്പോൾ TV-യിൽ 2 ദിവസവും, ഇന്നലെ വീട്ടമ്മമാർ സംസാരിക്കുകയാണ്, വീടിനകത്ത് ഗ്യാസിന് വില കൂടി. അതിപ്പോൾ എങ്ങനെ വില കൂടാതിരിക്കുക? അപ്പുറത്തെ വീട്ടമ്മ പറയാണ് അതിപ്പോൾ എങ്ങനെ വില കൂടാതിരിക്കുക? അവിടെ യുദ്ധം നടക്കുകയല്ലേ. അവിടുത്തെ യുദ്ധവും ഹോർമുസ് കടലിടുക്കിൽ നടത്തിയ ഉപരോധവും ഇവിടെ കേരളത്തിലെ വീട്ടമ്മമാരുടെ പ്രശ്നം വരെയായിട്ട് മാറിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ്റെ നാവികസേന ഉയർത്തിയ ഉപരോധം സാധാരണ ഉപരോധമല്ല. അത് ലോകത്തെ മുഴുവൻ വാസ്തവത്തിൽ പുറകോട്ട് ഓടിക്കുകയാണ് ചെയ്യുന്നത്.
പഴയ ലോകത്തിലേക്ക് ഓടിക്കുകയാണ് ചെയ്യുന്നത്. ഹോർമോസ് കടലിടുക്ക് ഒരു മാസം അടച്ചാൽ ലോകക്രമം 25 വർഷം പുറകോട്ട് പോകും. ആഹാരം കഴിക്കാൻ വകുപ്പുണ്ടാവില്ല. കടലിൽ നിന്ന് മീൻ പിടിക്കേണ്ടി വരും, കടലിലെ വെള്ളം വറ്റിച്ച് ഉപ്പ് തേക്കേണ്ടി വരും, വല്ല കമ്പും ചുള്ളിക്കമ്പും വെച്ച് തീ വെച്ചിട്ട് മീൻ ചുട്ടെടുക്കേണ്ടി വരും, തിന്നേണ്ട വരും. പച്ചക്കറിയില്ല, കുമ്പളങ്ങിയില്ല, മത്തങ്ങയില്ല, ഉണ്ടാക്കാൻ ഗ്യാസും ഇല്ല. കഴിഞ്ഞില്ലേ? ഉപരോധമാണ് തകർത്തത്, ഇറാനെ തകർത്തത്. ഉപരോധം കൊണ്ട് ഇറാനെ ഇരുട്ടിലാക്കാൻ ശ്രമിച്ചവർക്ക് അതേ നാണയത്തിൽ മനോഹരമായിട്ട് ഹോർമോസ് കടലെടുക്കുക അടക്കിയ വഴി അവിടേക്ക് എണ്ണയുമില്ല, അങ്ങോട്ടുമില്ല, ഇങ്ങോട്ടുമില്ല. അതിനകത്ത് തന്നെ കുറേ വാഹനങ്ങൾ അവിടെ കെടുക്കുകയാണ്, കപ്പലുകൾ. ഇനിയിപ്പോൾ അവരുടെ കാരുണ്യം വേണം. അവരുടെ കാരുണ്യത്തിന് വേണ്ടി ചൈന പോലും അഭ്യർത്ഥിച്ചു. പലർക്കും ആ കാരുണ്യം അനുവദിച്ചു കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ എല്ലാവർക്കും മനസ്സിലായി, അവിടെയുണ്ട് ആയുധം, ഇവിടെയുണ്ട് ആയുധം എന്നർത്ഥം. ഒരു വെടിക്കുള്ളുണ്ട്, അല്ല 1000 വെടിക്കുള്ളുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക വഴി ഇറാന് പ്രയോഗിക്കാൻ കഴിയുമെന്ന് ലോകം തിരിച്ചറിഞ്ഞു. മരണത്തെ ഭയമില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചാവേർ വീര്യം തങ്ങൾക്കുണ്ടെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കണക്കൂട്ടൽ തെറ്റുകയാണ് കേട്ടോ. ട്രംപിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ് കേട്ടോ. അമേരിക്കൻ അധിനിവേശത്തെ റഷ്യയും ചൈനയും കഠിനമായിട്ട് എതിർക്കുന്നുണ്ട്. അത് വെറുമൊരു പറച്ചിൽ മാത്രമല്ല, അവിടെ യുദ്ധം നടത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് പറയൽ മാത്രമല്ല. അമേരിക്കയുടെ ഏകധ്രുവ ലോകം, അതൊരു അഹങ്കാരമാണത്. അതിന് അന്ത്യം കുറിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഒരു പരിധിക്ക് മേലെ കാര്യങ്ങൾ കിടന്നാൽ ഏകധ്രുവ ലോകം സത്യമാകുന്നു എന്നൊരു തോന്നൽ ചൈനയ്ക്കുണ്ടായാൽ, റഷ്യയ്ക്കുണ്ടായാൽ എല്ലാം തവിടുപൊടിയാക്കും അവർ. എണ്ണവില ബാരലിന് $100 കടന്നിരിക്കുകയാണ്. ഇപ്പം എത്രയെന്ന് അറിയില്ല. ഇന്നത്തെ പടിഞ്ഞാറ് രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയാണ് തകർന്ന് തരിപ്പണമാകുന്നത്. GCC രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ, പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ, അത് പരിപൂർണമായിട്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. തിരിച്ചെടുക്കാൻ പോവുകയാണ്. അതിന് നിയമം വേറെയാണ്. ഏതായാലും ഇതിപ്പോൾ ഇറാനെതിരെയുള്ള യുദ്ധമല്ല, മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അധികാര ഗർവിനെ എതിരെയുള്ള ആഗോള ജനതയുടെ യുദ്ധമാണ്. അതിൽ അമേരിക്കക്കാരും പെടുന്നുണ്ട്. അമേരിക്കയിലെ വലിയൊരു കൂട്ടം ആൾക്കാർ, ഭൂരിപക്ഷവും ഈ യുദ്ധത്തിനെതിരാണ്. ഇറാന്റെ തെരുവിളിൽ നിന്ന് ഉയർന്ന് അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് നാശം, ഏഷ്യയിലെയും ജനവിഭാഗങ്ങൾക്കിടയിൽ അമേരിക്കയിലടക്കം ഇസ്രായേലിലടക്കം ഒരു മന്ത്രമായിട്ട് പടരുകയാണത്. അതുകൊണ്ടാണ് നമ്മളുടെ അവിടുത്തെ 56 ഇഞ്ച് അവിടെ പോയിട്ട് പ്രസംഗിക്കുക എഴുന്നേറ്റപ്പോൾ മൂടും കുലുക്കി എല്ലാവരും എഴുന്നേറ്റ് പോയത്. തോക്കുകൾ കൊണ്ട് ഒരു രാജ്യത്തെ തകർക്കാമെന്ന് കരുതിയ ട്രംപ്, ഒരു ലോകത്തെ വിറപ്പിക്കാമെന്ന് കരുതിയ, ട്രംപിൾ ചെയ്യിപ്പിക്കാമെന്ന് കരുതിയ ട്രംപ് ഇപ്പോ തങ്ങളുടെ അവസാനത്തെ ശ്വാസം വരെ പൊരുതാൻ ഉറച്ച ഒരു പഴഞ്ചൻ ജനത, പാരമ്പര്യമുള്ള ജനത, അന്തസ്സുള്ള ജനത, ആ ജനതയുടെ പ്രതിരോധം അമേരിക്കയെ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തെ പാശ്ചാത്യരിൽ നിന്ന് തുള്ളുകയാണ്. വാസ്തവത്തിൽ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ വിജയിക്കുന്നത് ഒരിക്കലും ആയുധങ്ങളായിരിക്കില്ല, മറിച്ച് ഡേവിഡും ഗോലിയാത്തും ഏറ്റുമുട്ടിയ സമയത്ത് ഡേവിഡിന് മനഃശക്തി വിജയിച്ചു ഒരൊറ്റ കല്ലേറ് കൊണ്ട് എന്നതുപോലെ ഇവിടെ ആയുധങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. സാമ്രാജ്യത്തിന് മുമ്പിൽ തലകുനിക്കാത്ത ഒരു ജനതയുടെ, പാരമ്പര്യമുള്ളൊരു ജനതയുടെ, തറവാടിത്തമുള്ളൊരു ജനതയുടെ അചഞ്ചലമായിട്ടുള്ള മനഃശക്തിയായിരിക്കും അവിടെ ജയിക്കാൻ പോകുന്നത്.
ഒരുപാട് യുദ്ധങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ യുദ്ധങ്ങൾ മുഴുവൻ ഞാൻ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വിജയം ഏറ്റുവാങ്ങിയത്. വിജയം ഏറ്റുവാങ്ങിയ നാൾ മുതൽ ഇതാ ഈ നാൾ വരെ പലയിടങ്ങളിലായിട്ട് വെനസ്വേലയിലും ഗാസയിലും ഇപ്പോൾ ഇറാനിലും ഇപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും മൊത്തം സമാധാനത്തോട് കഴിഞ്ഞിരുന്ന അറേബ്യൻ രാഷ്ട്രങ്ങളിലും അദ്ദേഹം വിപത്തിൻ്റെ വിത്തുകൾ വെതറിക്കൊണ്ട് നടക്കുകയാണ്. കലാപത്തിൻ്റെ വിത്തുകൾ വെതറിക്കൊണ്ട് നടക്കുകയാണ്. അവിടുത്തെ മണ്ണിൽ ചോരപ്പുഴ ഒഴുക്കുകയാണ് ചെയ്യുന്നത്. വഞ്ചകനാണത്. വോട്ട് വാങ്ങിച്ച് സമാധാനത്തിൻ്റെ പേരും പറഞ്ഞ് വോട്ട് കിട്ടിയപ്പോൾ കാണിക്കുന്നതോ കലാപത്തിൻ്റെ വിത്ത് വിതയ്ക്കൽ, വെറുപ്പിൻ്റെയും അറപ്പിൻ്റെയും കലാപത്തിൻ്റെയും വിത്ത് വിതയ്ക്കൽ. ലോക പോലീസ് ഞാനാണ്, എനിക്ക് മേലെ ഒരു പോലീസ് ഇല്ല. ആ മുദ്രയും ധരിച്ച് ഒരു പരമാധികാര രാഷ്ട്രത്തിന് മേലെ മിസൈലുകൾ നേരത്തെ പറയാതെ ലോകക്രമം മുഴുവൻ തെറ്റിച്ചുകൊണ്ട് വർഷിച്ച ട്രംപിൻ്റെ അഹങ്കാരം, ആ അഹങ്കാരത്തിന് മേലെ ഉയരുകയാണ് സിംഹഗർജനം. ഇറാന്റെ കരുത്തുറ്റ സിംഹഗർജനം. വെറും 27% അമേരിക്കക്കാരുടെ മാത്രം പിന്തുണയുള്ള ഈ യുദ്ധം ട്രംപിൻ്റെ അവസാനത്തിൻ്റെ തുടക്കമാണെന്ന് എഴുതപ്പെട്ടു കഴിഞ്ഞു. സ്വന്തം രാജ്യത്തെ ജനങ്ങളെപ്പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത അതീവ പൈശാചികമായിട്ടുള്ള ഈ അധിനിവേശം അമേരിക്കയിലും വാഷിങ്ടണിലും അമേരിക്കയിലെ സിറ്റികളിലും അവിടെ ഇതിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയരുകയാണ്. അവിടുത്തെ സെലിബ്രിറ്റികളടക്കം ആർണോൾഡ് ഷ്വാർസ്നെഗർ അദ്ദേഹം പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു തെറ്റാണിതെന്ന്. പല ചിന്തകന്മാരും പരസ്യമായിട്ട് വിളിച്ചു പറയുന്നു. കോൺഗ്രസിനെ പോലും നോക്കുകുത്തി അയക്കിയിരിക്കുകയാണ് ട്രംപ്. അയാളുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണം, അടുക്കളയിൽ നിന്നെടുക്കുന്ന തീരുമാനം, ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം അതൊരിക്കലും സമാധാനത്തിൽ ചെന്നെത്തില്ല. മറിച്ച് അമേരിക്കയുടെ ആയുധ കച്ചവടം, രാഷ്ട്രീയ മേധാവിത്വം, അതിനു വേണ്ടിയിട്ടുള്ള അമേരിക്കയെ പഴയ അമേരിക്കയാക്കി മാറ്റുക എന്ന് പറഞ്ഞ തൊപ്പിയും ധരിച്ച അയാൾ നടക്കുന്നത്. പഴയ അമേരിക്ക എന്ന് ഉദ്ദേശിച്ചാൽ 10, 15, 20, 40, 50 വർഷം മുമ്പുള്ള അമേരിക്ക. ഈ മനുഷ്യൻ അമേരിക്കയെ 400 വർഷത്തിന് മുമ്പുള്ള അമേരിക്കയാക്കി മാറ്റും. അന്ന് അവിടെ ഉണ്ടായിരുന്നത് പ്രാകൃതന്മാരായിട്ടുള്ള നൊമാഡിക് ആയിട്ടുള്ള കുറേ ആളുകൾ മാത്രം. അവിടേക്കാണ് തിരിച്ചു കൊണ്ടുപോകുന്നത്. അമേരിക്കയുടെ അധികാര ഗർവ്, അഹങ്കാരം, ധാർഷ്ട്യം അതിപ്പോൾ അതിന് നേരെ വിരലുയർത്തിയ, അതിനെ ചോദ്യം ചെയ്ത് ഇറാന്റെ ധീരമായിട്ടുള്ള പോരാട്ടം അത് ലോകത്തിൽ അടിച്ചമർത്തപ്പെട്ട എല്ലാ ജനതയ്ക്കും അതൊന്ന് ആവേശമാണ്. വെനസ്വേലയ്ക്ക് ആവേശമാണ്, കാനഡയ്ക്ക് ആവേശമാണ്, ഐസ്ലാൻഡിന് ആവേശമാണ്, വരാൻ പോകുന്ന ഇനി കയറാൻ പോകുന്ന ക്യൂബയ്ക്കാണെന്ന്. അതിനുള്ള നെഞ്ചുറപ്പ് ഇനി ഉണ്ടാവാനുള്ള സാധ്യതയില്ല ട്രംപിന്. ഒരു പ്രസിഡന്റിനും ഇവിടുന്ന് പാഠം പഠിച്ചു. മുൻപ് പഠിച്ച പാഠം മറന്നതാണ്, വിയറ്റ്നാമിൽ നിന്ന് പഠിച്ച പാഠം മറന്നതാണ്. ആ പാഠം ദൈവം വീണ്ടും ഇവരെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു എന്ന് സാരം. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാൻ ട്രംപിന് കഴിയും. പക്ഷെ ആ ജനതയുടെ ആത്മവീര്യം, സാമ്രാജ്യത്വത്തോടുള്ള കുരിശ് സർക്കാരുകളോടുള്ള വെറുപ്പ്, അതിനുള്ള അറപ്പിനെ തോൽപ്പിക്കാൻ ഇവരുടെ ആയുധങ്ങൾക്ക്, അതിനാധുനമായിട്ടുള്ള ആയുധങ്ങൾക്കൊന്നും ശേഷിയില്ല എന്നുള്ളതാണ് സത്യം. ഇറാന്റെ മണ്ണിൽ വീണ ഓരോ തുള്ളി രക്തവും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അന്ത്യം കുറിക്കാനുള്ളൊരു ഇന്ധനമായിട്ട് വളരുകയാണ് അവരുടെ മനസ്സിനകത്ത്. കത്തിക്കാളുകയാണ് അവരുടെ കോപാഗ്നി. അമേരിക്ക ആദ്യം, നമ്പർ 1 അമേരിക്ക എന്ന ട്രംപിൻ്റെ മുദ്രാവാക്യം ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന അമേരിക്കയ്ക്ക് മരണം എന്ന പ്രതിഷേധ അഗ്നിയിൽ മുങ്ങിപ്പോവുകയാണ് വാസ്തവത്തിൽ. ഇത് തോക്കുകളും മിസൈലുകളും ബോംബുകളും തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് അധിനിവേശം, കയ്യേറൽ, അന്ധകാരം,
സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഇറാൻ്റെ പോരാട്ടവും തമ്മിലുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. ഈ ചരിത്ര യുദ്ധത്തിൽ വിജയിക്കുന്നത് ഒരിക്കൽ പോലും വൈറ്റ് ഹൗസിനകത്ത് കുടികൊള്ളുന്ന പിശാചുക്കൾ, അധികാരികൾ, വൈറ്റ് ഹൗസിലെ അധികാരികൾ അവരായിരിക്കില്ല ഒരിക്കലും. സാമ്രാജ്യത്തിന് മുമ്പിൽ തല ഉനിക്കാത്ത ഇറാൻ്റെ പള്ളിയുടെ മേലെ ഉയർന്നൊരു ചുവന്ന പതാകയുണ്ടല്ലോ, അതാണ് വിജയിക്കുക. അതിൻ്റെ പുറകിലുള്ള വലുതായിട്ടുള്ള സങ്കല്പങ്ങളായിരിക്കും വിജയിക്കുക. മിനാബ് നഗരത്തിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോര വീണ മണ്ണ്, അതെന്ന് സാമ്രാജ്യത്വത്തിൻ്റെ ക്രൂരമായിട്ടുള്ള മുഖം, അത് ലോകത്തിൻ്റെ മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. 165ഓളം കുരുന്ന് ജീവനുകളെയാണ് അത് അപഹരിച്ചത്. അമേരിക്കയുടെ മിസൈലുകൾ അപഹരിച്ചത്. ജനാധിപത്യത്തിൻ്റെ സംരക്ഷണം, സമാധാനത്തിൻ്റെ കാവൽമാലാഖ, അവർ സ്വയം എടുത്തണിഞ്ഞ ആ മുഖപടം അത് അവർ തന്നെ വലിച്ചു കീറി കളഞ്ഞിരിക്കുകയാണ്. ഇത് അമേരിക്കൻ മിസൈലാണെങ്കിലും അല്ലെങ്കിൽ ഇറാൻ്റെ തിരിച്ചടിയായാലും ഈ യുദ്ധം അടിച്ചേൽപ്പിച്ച വാഷിങ്ടണിൻ്റെ അധികാര കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഈ കലാപത്തിന്, ഈ ചോര വീഴ്ത്തലിന് മറുപടി പറയേണ്ടത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാമെന്ന് മോഹിച്ച ട്രംപ്, ഇസ്രായേൽ അവരുടെ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രതികാരം ജപിക്കുന്ന ഒരു ജനതയുടെ ആത്മവീര്യത്തെ ഒരിക്കലും തകർത്തിട്ടില്ല എന്നുള്ളത് ഓരോ ദിവസവും തെളിഞ്ഞു വരികയാണ്. ലോക പോലീസ് എന്ന അഹങ്കാരവുമായിട്ട് ഇറാൻ്റെ മണ്ണിൽ അധിനിവേശം നടത്തുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള പതനം ഈ കുഞ്ഞുങ്ങളുടെ ആത്മവിലാപത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ആയിരത്തിന് താഴെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് വൻ പ്രത്യാക്രമണമാണ് ഇറാൻ നടത്തിയത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല, ആരും പ്രതീക്ഷിച്ചില്ല, ലോകത്തിൽ ആരും പ്രതീക്ഷിച്ചില്ല, അമേരിക്കയിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അമേരിക്കൻ ഇസ്രായേൽ നീക്കത്തിന് മറുപടിയായിട്ട് ഇറാൻ ഇട്ടത് ഡിജിറ്റൽ ബോംബുകളാണ്. ഈ പോരാട്ടം അവസാനിക്കുന്ന സമയത്ത് ലോക ഭൂപടം ഇന്നുള്ള പോലെ ആകില്ലെന്ന് ഉറപ്പാണ്. അത് പടിഞ്ഞാറൻ അധിനിവേശത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന പുതിയ ലോകക്രമത്തിന് തുടക്കമായിരിക്കും. ആ ലോകക്രമത്തിൻ്റെ പുതിയ ഭൂപടം വരയ്ക്കുന്ന ചൈനയും റഷ്യയും ഇറാനും മിടുക്കന്മാരായിട്ടുള്ള നോർത്ത് കൊറിയക്കാരും കൂടിയിട്ടായിരിക്കും. ഇറാൻ്റെ ഓരോ തകർക്കപ്പെട്ട മിസൈൽ കേന്ദ്രത്തിന് പകരമായിട്ട് 1000 വിപ്ലവകാരികൾ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. റജീം ചേഞ്ച്, ഭരണ സംവിധാനം മാറ്റുമെന്ന് പറഞ്ഞവർ അങ്ങനെ ചെയ്യണമെങ്കിൽ കാലാൾ യുദ്ധം വേണം എന്നറിയുന്നവർ അവിടെയും പകച്ചു നിൽക്കുകയാണ്. ഇറാൻ്റെ മണ്ണിലേക്ക് കാലൂന്നിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള അതിനുള്ള മനഃശക്തിയുള്ള ഒരു ചോക്ലേറ്റ് ബോയും ഇന്ന് അമേരിക്കയിലില്ല എന്നുള്ള വേറൊരു സത്യം. അതുകൊണ്ട് അതിനും അവർക്ക് കഴിയില്ല. ഭരണമാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. ഒരാൾ മരിച്ചാൽ ഭരണം മാറുന്നില്ല, ആ ആൾ മരിച്ചു, പുതിയ ആൾ വരും. ഇന്നിപ്പോൾ മരിച്ചുപോയ സ്വർഗസ്വനായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിയുടെ 2ാമത്തെ മകൻ ആ സ്ഥാനത്ത് അദ്ദേഹത്തെ അവരോധിച്ചിരിക്കുകയാണ്. എന്ത് പറയുന്നു ട്രംപ്? ഒന്നും പറയാനില്ല. ട്രംപിനൊന്നും പറയാനില്ല. അവരെടുത്തു വളർത്തൊരു കുട്ടി അവിടെയുണ്ട്, ഷാ പല്ലവിയുടെ കൊച്ചുമോൻ, ഷാ പല്ലവിയുടെ മകൻ. അയാളിപ്പോൾ എവിടെ? അയാളെ എവിടെയുണ്ട്, അവിടെ തന്നെയുണ്ട്. അയാളെ എഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തിയതാണ്, നടക്കൂല്ലെന്ന് മനസ്സിലായി. ഇനി എന്തെന്നുള്ള ചോദ്യത്തിന് ട്രംപിന് മറുപടിയും ഇല്ലാതായിട്ട് മാറിയിരിക്കുകയാണ്. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന പ്രതികാരത്തിൻ്റെ ചുവന്ന പതാകകൾക്ക് കീഴിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അധികാര ഗർവ്,
സാമ്രാജ്യത്വ ശക്തികളുടെ അധികാര ഗർവ്, അഹങ്കാരം, സൈനിക ബലത്തിൻ്റെ ധാർഷ്ട്യം, അതിനെ വെല്ലുവിളിക്കുന്ന ഇറാൻ്റെ പോരാട്ടം അത് വെറുമൊരു ക്രമപ്രകാരമുള്ള ലോകം കണ്ട കൺവെൻഷണലായിട്ട് പാരമ്പര്യപ്രകാരമുള്ളൊരു പ്രതിരോധമല്ല, മറിച്ച് അടിമത്തത്തിന് മുമ്പിൽ തലകുനിക്കാത്ത ഒരു ജനതയുടെ ഐതിഹാസിക വിജയമായിട്ടാണ് കണക്കുകൂട്ടുന്നത്. മിസൈലുകൾക്കും ബോംബുകൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ, ആ ഇച്ഛാശക്തി മുമ്പിൽ അമേരിക്കൻ സാമ്രാജ്യത്വം മുട്ടുമടക്കുന്ന ദിവസം നമുക്കിനി കൈവിരലുകളിൽ എണ്ണിത്തീർക്കാം. ഇത് ഇറാൻ്റെ മണ്ണിൽ വീണ രക്തം ചരിത്രം മാറ്റി എഴുതുന്ന നിമിഷമാണ്. അധിനിവേശത്തിൻ്റെ ഇരുളടഞ്ഞ കാലം അവസാനിക്കുകയും പ്രതിരോധത്തിൻ്റെ പുത്തൻ സൂര്യോദയം ഉദിച്ചു വരികയും ചെയ്യുന്ന വിപ്ലവ നിമിഷം, യഥാർത്ഥ വിപ്ലവ നിമിഷം അതാണ് വരാനിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. ആ പുതിയ അരുണോദയത്തിന് വേണ്ടി, സൂര്യോദയത്തിന് വേണ്ടി. നമസ്കാരം.